Hi students, this is Sonu from Mechanical Engineering Department. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ലെയ്ത്ത് ആൻഡ് ലെയ്ത്ത് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ ആദ്യം ലെയ്ത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, ദെൻ ലെയ്ത്ത്. ലെയ്ത്ത് ഈസ് എ മെഷീൻ ടൂൾ. ഓക്കെ, ലെയ്ത്ത് എന്ന് പറയുന്നത് ഒരു മെഷീൻ ടൂളാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ പഴയ കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. വേൾഡ് വൈഡായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ലെയ്ത്ത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പേരിൽ അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി മദർ ഓഫ് അതർ മെഷീൻ ടൂൾസ്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻസ് ആണ് ലെയ്ത്തിന് ചെയ്യാറ്. ദെൻ ടൈപ്സ് ഓഫ് ലെയ്ത്ത്. ലെയ്ത്ത് അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് സ്പീഡ് ലെയ്ത്ത്, സെൻറ്റർ ഓർ എൻജിൻ ലെയ്ത്ത്, അതുപോലെ തന്നെ ബെഞ്ച് ലെയ്ത്ത്, ടൂൾ റൂം ലെയ്ത്ത്, ക്യാപ്സ്റ്റൺ ആൻഡ് ടെറക്റ്റ് ലെയ്ത്ത്, ദെൻ സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത്. അപ്പോൾ ഓരോന്നും സിമ്പിളായിട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിന് ഈ പേര് മാത്രമേ ചോദിക്കുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കില്ല. അപ്പോൾ പേര് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ആദ്യം സ്പീഡ് ലെയ്ത്ത് എന്താണെന്ന് പറയാം. സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെയ്ത്താണ് സ്പീഡ് ലെയ്ത്ത്. ഓക്കെ, സ്പീഡ് ലെയ്ത്തിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഡ്രൈവ് മെക്കാനിസം, ഫീഡ് മെക്കാനിസം, ലീഡ് സ്ക്രൂ, കാരേജ്, ഇങ്ങനെയുള്ള ഒരു ലെയ്ത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും സ്പീഡ് ലെയ്ത്തിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് സാധാരണ സ്മോൾ കട്ടിംഗ് ഫോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് വുഡ് വർക്കിംഗ്, അതുപോലെ തന്നെ സ്പിന്നിങ്, വൈൻഡിങ്, ഗ്രൈൻഡിങ്, പോളിഷിങ്, ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പീഡ് ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെൻറ്റർ ലെയ്ത്ത് ഓർ എൻജിൻ ലെയ്ത്ത്. അതിൽ എൻജിൻ എന്ന പേര് വരാൻ കാരണം കുറച്ച് പഴയ കാലം മുതൽ നമ്മൾ എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്ത് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത് സ്റ്റീം എൻജിൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്ത്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെയ്ത്താണ് എൻജിൻ ലെയ്ത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു എല്ലാ മെയിൻ പാർട്സും ഒരു എൻജിൻ ലെയ്ത്തിന് അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്തിന് ഉണ്ടായിരിക്കും. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, ബെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻട്രൽ ലെയ്ത്തിന് ഉണ്ടായിരിക്കും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലെയ്ത്താണ് സെൻട്രൽ ലെയ്ത്ത്. ഓക്കെ, ദെൻ ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്, വളരെ ചെറിയ സൈസുള്ള ഒരു ലെയ്ത്താണ്. കോമൺ ആയിട്ട് ഒരു ബെഞ്ചിൻ്റെ മുകളിലായിരിക്കും അത് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്രസിഷൻ വർക്കുകളും സ്മോൾ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് ലെയ്ത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ടൂൾ റൂം ലെയ്ത്ത്. ടൂൾ റൂം ലെയ്ത്ത് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ലെയ്ത്തിൽ ഉള്ള എല്ലാ പാർട്സുകളും ഒരു ടൂൾ റൂം ലെയ്ത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും, കുറച്ചുകൂടി ആക്യുറസി കൂടുതലായിരിക്കും. സ്പെഷ്യലായിട്ട് വരുന്ന കുറച്ച് പ്രിസിഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ റൂം ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ക്യാപ്സ്റ്റൺ ആൻഡ് ടെറക്റ്റ് ലെയ്ത്ത്. ക്യാപ്സ്റ്റൺ ആൻഡ് ടെറക്റ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ്. സെൻട്രൽ ലെയ്ത്തിൽ കുറച്ച് അഡ്വാൻസ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് ക്യാപ്സ്റ്റൺ ആൻഡ് ടെറക്റ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും ടെയിൽ സ്റ്റോക്കിന് പകരം ഒരു ഹെക്സഗണൽ ടെറക്റ്റ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ലെയ്ത്തിനെയാണ് ക്യാപ്സ്റ്റൺ ഓർ ടെറക്റ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത്. ആ പേരിലുള്ളത് പോലെ തന്നെ അതൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ലെയ്ത്താണ് സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത് എന്ന് പറയുന്നത്. സാധാരണ ഒരു ലെയ്ത്തിൽ ഉണ്ടാകുന്ന എല്ലാ പാർട്സുകളും സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതായിരിക്കും. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് ലെയ്ത്തിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇവിടെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സെൻട്രൽ ലെയ്ത്ത് ഉണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ലെയ്ത്തിൻ്റെ പിക്ചർ വരച്ചിട്ട് അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ ചോദിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിക്ചർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ മെയിൻ പാർട്സുകൾ ഒന്ന് പറയാം. ഇതാണ് മെയിൻ പാർട്സ് ഓഫ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് റോഡ്. ഇത്രയാണ് മെയിൻ പാർട്സ് ആയിട്ട് പറയാനുള്ളത്.
അപ്പോൾ ജസ്റ്റ് പിക്ചറിൽ അതൊന്ന് കാണിക്കാം. ഇതിലെ ലെയ്ത്തിൻ്റെ ഏറ്റവും ബേസ് പോർഷന് നമ്മൾ അതിൻ്റെ ബേസ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് 2 ലെഗിൽ ഒരു ബെഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഹെഡ് സ്റ്റോക്ക്, റൈറ്റ് സൈഡിലായിരിക്കും ടെയിൽ സ്റ്റോക്ക്. ഓക്കെ, ഹെഡ് സ്റ്റോക്കിനകത്ത് ലെയ്ത്തിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ സ്പിൻഡിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹെഡ് സ്റ്റോക്കിനകത്ത് ഉള്ളിൽ ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും. ദെൻ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്. അത് ടെയിൽ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ബെഡിൻ്റെ മുകളിലൂടെ 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബെഡിൻ്റെ മുകളിൽ 2 വി ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. ആ വി ഗ്രൂവ്സിലൂടെ ടെയിൽ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാം. ദെൻ ലെയ്ത്തിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെയും സെൻട്രലായിട്ട് വരുന്ന ഈ പോർഷനെയാണ് നമ്മൾ ക്യാരേജ് എന്ന് പറയുന്നത്. ക്യാരേജ് ഇതുപോലെ തന്നെ ബെഡിലുള്ള വി ഗ്രൂവ്സിലൂടെ 2 സൈഡിലേക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവബിൾ ആയിരിക്കും. ക്യാരേജിൽ ഒരു വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ ക്യാരേജ് വീല് എന്നാണ് പറയുക. ക്യാരേജ് വീല് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ ക്യാരേജിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പാർട്ടാണ് ക്രോസ് സ്ലൈഡ്. ഓക്കെ, ക്രോസ് സ്ലൈഡിൽ ഒരു വീൽ ഉണ്ടായിരിക്കും. അതിനെ ക്രോസ് സ്ലൈഡ് വീൽ എന്ന് പറയും. ഈ ക്രോസ് സ്ലൈഡ് വീല് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ പോസ്റ്റിനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ലെയ്ത്ത് ആക്സസിന് അക്രോസ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 2 സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ അതിൻ്റെയും മുകളിലായിട്ട് വരുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. ഓക്കെ, ക്രോസ് സ്ലൈഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റിൽ ഒരു ഹാൻഡ് വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലാണ് ടൂൾ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ വീല് തിരിച്ചു കഴിഞ്ഞാൽ ടൂൾ പോസ്റ്റിനെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മീൻസ് ക്യാരേജിനെ മൂവ് ചെയ്യിക്കാതെ തന്നെ ടൂൾ പോസ്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോമ്പൗണ്ട് റെസ്റ്റ് ടാപ്പർ ടേണിങ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ദെൻ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിൽ ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. ടൂൾ പോസ്റ്റ് 2 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സിംഗിൾ ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ 4-way ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ടൂൾ പോസ്റ്റിലാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്ത് വെക്കാറ്. ദെൻ ഹെഡ് സ്റ്റോക്കിൽ സ്പിൻഡിലിൻ്റെ കാര്യം പറയുമ്പോൾ സ്പിൻഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്പിൻഡിലേക്കാണ് ഡ്രൈവ് വരുന്നത്. സ്പിൻഡിലിൻ്റെ ഒരു എൻഡിലായിട്ട് ചക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ചക്കിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ടെയിൽ സ്റ്റോക്കിൽ എൻഡ് പോർഷനിൽ ഒരു ഡെഡ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡെഡ് സെൻറ്റർ. ഓക്കെ, ഈ ടെയിൽ സ്റ്റോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോങ് വർക്ക് പീസസ് നമ്മളൊരു ചക്കിൽ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരെൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെഡ് സ്റ്റോക്കിലെ സെൻറ്ററിനെ പറയുന്ന പേരാണ് ലൈവ് സെൻറ്റർ. ഡെഡ് സെൻറ്റർ റൊട്ടേറ്റിംഗ് അല്ല, അതുകൊണ്ട് അതിനെ ഡെഡ് സെൻറ്റർ എന്ന് പറയും. ഓക്കെ, ടെയിൽ സ്റ്റോക്കിൽ വരുന്നതിന് ഡെഡ് സെൻറ്റർ എന്നും ഹെഡ് സ്റ്റോക്കിൽ വരുന്നതിന് ലൈവ് സെൻറ്റർ എന്നും പേര് പറയും. ഇത്രയാണ് ഒരു മെയിൻ പാർട്സ് അല്ലെങ്കിൽ മെയിൻ പാർട്സ് ഓഫ് എ ലെയ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്തിരിക്കണം, മെയിൻ പാർട്സ് ഓർത്തിരിക്കണം. അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ വാട്ട് ആർ ദി വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ ലെയ്ത്ത്? ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആണ്. ജസ്റ്റ് പേര് ഒന്ന് വായിക്കാം. ചക്ക്, ഫേസ് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ക്യാച്ച് പ്ലേറ്റ്, കാരിയേഴ്സ്, മാൻഡ്രൽസ്, സെൻറ്റേഴ്സ് ആൻഡ് റെസ്റ്റ്. അപ്പോൾ ഓരോന്നും പിക്ചർ വരച്ച് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കാം. ചക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, സ്പിൻഡിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് ചക്ക് എന്ന് പറയുന്നത്. ചക്കിന് അതിൻ്റെ ജോയുടെ നമ്പർ അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ജോ ചക്ക് ഉണ്ട്, 4 ജോ ചക്ക് ഉണ്ട്, അതല്ലെങ്കിൽ 6 ജോ ചക്ക് ഉണ്ട്. അതിൽ 3 ജോ ചക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് സെൽഫ് സെൻറ്ററിങ് ചക്ക്. ഓക്കെ, 3 ജോ ചക്കിൽ നമ്മളൊരു സിംഗിൾ നെറ്റ് ഓപ്പറേറ്റ് ചെയ്താൽ 3 ജോയിനെയും ഒരേ ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 4 ജോ ചക്കിൽ ഓരോ ജോയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് റൗണ്ട് വർക്ക് പീസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് വർക്ക് പീസും ഇതിൽ ചക്കിൽ
ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചക്ക് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ദ നെക്സ്റ്റ് വൺ ഫേസ് പ്ലേറ്റ്. ചക്കിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഫേസ് പ്ലേറ്റ്. സാധാരണ രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറഗുലർ വർക്ക് പീസസ് ഹോൾഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡ്രൈവിംഗ് പ്ലേറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ലൈവ് സെൻറ്ററിൻ്റെയും ഡെഡ് സെൻറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഡ്രൈവ് വർക്ക് പീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ഡ്രൈവിംഗ് പ്ലേറ്റ്. അതോടൊപ്പം തന്നെ വർക്ക് പീസിനെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാനും ഡ്രൈവിംഗ് പ്ലേറ്റ് ഹെൽപ്ഫുള്ളാണ്. സെയിം ഫങ്ഷനുള്ള മറ്റൊരു ഡിവൈസാണ് ക്യാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ക്യാച്ച് പ്ലേറ്റിൻ്റെയും ഡ്രൈവിംഗ് പ്ലേറ്റിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ കരിയേഴ്സ് അല്ലെങ്കിൽ ഡോഗ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് കൂടി ചേർത്തിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലോങ് ഷാഫ്റ്റൊക്കെ രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയേഴ്സ് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ക്യാച്ച് പ്ലേറ്റോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പ്ലേറ്റോ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ മാൻഡ്രൽസ് രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. മാൻഡ്രൽസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹോളോ വർക്ക് പീസസ് ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ്. ഓക്കെ, ഹോളോ വർക്ക് പീസസിനകത്തൂടെ മാൻഡ്രൽ ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദെൻ മറ്റൊന്ന് സെൻറ്റേഴ്സ് ടെയിൽ സ്റ്റോക്കിനകത്താണ് സെൻറ്റേഴ്സ് ഫിക്സ് ചെയ്യാറ്. സെൻറ്റേഴ്സ് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് റെസ്റ്റ് രണ്ട് തരത്തിൽ റെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റഡി റെസ്റ്റും അതുപോലെ തന്നെ ഫോളോ ഓവർ റെസ്റ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ട് സെൻറ്റേഴ്സിനകത്ത് ഒരു ലോങ് വർക്ക് പീസ്, ഒരു ലോങ് ഷാഫ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സെൻറ്റർ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ബെൻഡായി പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബെഡ് വേസിൽ ഫിക്സ് ചെയ്ത് നിർത്താവുന്ന ഒരു സപ്പോർട്ടിംഗ് ടൂളാണ് സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് സെൻറ്ററിൽ ഒരു വർക്ക് പീസിനെ അത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വർക്ക് പീസ് ബെൻഡായി പോവാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഡിവൈസാണ് സ്റ്റഡി റെസ്റ്റ്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഡിവൈസാണ് ഫോളോ ഓവർ റെസ്റ്റ്. പക്ഷേ ഫോളോ ഓവർ റെസ്റ്റ് ബെഡ് വേസിലല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, കാരേജിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫോളോ ഓവർ റെസ്റ്റും മൂവ് ചെയ്യും. ഓക്കെ, കട്ടിംഗ് ടൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനും ഫോളോ ഓവർ റെസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കട്ടിംഗ് ടൂളിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഫോളോ ഓവർ റെസ്റ്റ് എന്ന് പേര് പറയാൻ കാരണം. ഓക്കെ, ഇത് രണ്ടുമാണ് റെസ്റ്റ്, സ്റ്റഡി റെസ്റ്റും ഫോളോ ഓവർ റെസ്റ്റും. ഓക്കെ, ഇത്രയാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ലെയ്ത്ത്. ഒരു ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഫേസിങ്, ടേണിങ്, ചാംഫറിങ്, ഫോമിങ്, നേളിങ്, ടാപ്പർ ടേണിങ്, ഡ്രില്ലിങ്, റീമിങ്, ബോറിങ്, ടാപ്പിംഗ് ആൻഡ് ത്രെഡ് കട്ടിങ്. ഇത്രയും പ്രോസസ്സുകൾ നമ്മൾ ലെയ്ത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് പിക്ചർ വെച്ചിട്ട് ഓരോന്ന് കാണിക്കാം. ഫസ്റ്റ് പറയുന്നത് ഫേസിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിൻ്റെ എൻഡ് പോർഷൻ ഫ്ലാറ്റാക്കി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫേസിങ്. അപ്പോൾ അത് നമ്മൾ കട്ടിംഗ് ടൂള് ലെയ്ത്ത് ആക്സിസിന് അക്രോസ് ആയിട്ടാണ് മൂവ് ചെയ്യിക്കാറ് ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഒരു വർക്ക് പീസിൻ്റെ എൻഡ് ഫേസ് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് ടേണിങ് നമുക്കറിയാം. ടേണിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു സിലിണ്ടറിക്കൽ ഫോമിംഗ് ഓപ്പറേഷനാണ്. ഇതിൽ ചെയ്യുന്നത് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ലെയ്ത്ത് ആക്സിസിന് പാരലായിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് അതിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ടേണിങ്. നെക്സ്റ്റ് വൺ ചാംഫറിങ്. ഇതിൽ ടോപ്പ് കോർണറിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ചാംഫറിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റിൻ്റെ
എഡ്ജ് സ്ലോപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാംഫറിങ് എന്ന് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഫോമിങ്. ഫോമിങ് എന്ന് പറയുന്നത് ഒരു എനി പ്രോസസ്സ് അല്ലെങ്കിൽ എനി ഷേപ്പിംഗ് പ്രോസസ്സ്. നമുക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും ഒരു വർക്ക് പീസിൽ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഒരു കട്ടിംഗ് ടൂള് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോണിക്കൽ സർഫസ് അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ഷേപ്പാണ് നമുക്ക് വർക്ക് പീസിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കട്ടിംഗ് ടൂള് നമ്മൾ യൂസ് ചെയ്താൽ മതി. ആ കട്ടിംഗ് ടൂളിൻ്റെ അതേ ഷേപ്പ് നമുക്ക് വർക്ക് പീസിൽ ഫോം ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് ഫോമിംഗ് എന്ന് പറയുക. ദെൻ നേളിംഗ് പ്രോസസ്സ് ഇവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നേളിംഗ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നേളിംഗ് ടൂൾ ആവശ്യമാണ്. നേളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു വർക്ക് പീസിലൊരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക, അതാണ് നേളിംഗ് പ്രോസസ്സ്. അപ്പോൾ ഒരു നേളിംഗ് ടൂൾ ഉണ്ടായിരിക്കും. നേളിംഗ് ടൂളിൽ എന്ത് പാറ്റേൺ ആണോ ഉള്ളത് ആ പാറ്റേൺ നമുക്ക് വർക്ക് പീസിലേക്ക് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് പീസിൻ്റെ സർഫസിൽ നമുക്ക് ആ പാറ്റേൺ ഫോം ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നേളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ടാപ്പർ ടേണിംഗ്. നമ്മൾ നേരത്തെ ടേണിംഗ് പറഞ്ഞു, അതിനെ നമ്മൾ ടേണിംഗ് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്ട്രെയിറ്റ് ടേണിംഗ് എന്നാണ് പറയാറ്. സ്ട്രെയിറ്റ് ടേണിംഗ് അല്ലാതെ ടാപ്പർ ടേണിംഗ് ചെയ്യാറുണ്ട്. അതായത് ഒരു കോണിക്കൽ സർഫസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഡ്രില്ലിംഗ് നമുക്കറിയാം. വർക്ക് പീസിനകത്ത് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുക. അതിന് നമുക്കൊരു ഡ്രിൽ ബിറ്റ് ആവശ്യമാണ്. ഡ്രിൽ ബിറ്റ് സാധാരണ ടെയിൽ സ്റ്റോക്കിലാണ് ഫിക്സ് ചെയ്ത് വെക്കാറ്. ദെൻ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഡ്രിൽ ബിറ്റിന് കട്ടിംഗ് വർക്ക് പീസിനകത്തേക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ റീമിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഓൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഹോളിൻ്റെ ഇന്നർ സർഫസ് സ്മൂത്ത് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ആക്യുറേറ്റ് സൈസിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് റീമിങ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് റീമർ. ദെൻ ബോറിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഹോളിൻ്റെ ഡയമീറ്റർ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബോറിംഗ് എന്ന് പറയുക. അതിനുപയോഗിക്കുന്ന ടൂളിനെ ബോറിംഗ് ടൂൾ എന്ന് പേര് പറയും. ദെൻ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ത്രെഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഒരു ഹോളിൻ്റെ ഇൻറ്റേർണൽ സർഫസിൽ ത്രെഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാപ്പിംഗ് എന്ന് പറയുക. ടാപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് ടാപ്പ്. ദെൻ ലാസ്റ്റ് വൺ ത്രെഡിങ് അല്ലെങ്കിൽ ത്രെഡ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിലിണ്ടറിക്കൽ സർഫസിൻ്റെ പുറത്ത് എക്സ്റ്റേണൽ സർഫസിൽ ത്രെഡ് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ത്രെഡ് കട്ടിംഗ്. ഓക്കെ, ഇത്രയാണ് ലെയ്ത്തിൽ ചെയ്യുന്ന മെയിൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും പിക്ചറും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം, അത് വരയ്ക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഓരോ പിക്ചറും നന്നായി വരച്ച് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ടാപ്പർ ടേണിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടാപ്പർ ടേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കോണിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാപ്പർ ടേണിംഗ് എന്ന് പറയുക. ടാപ്പർ ടേണിംഗ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡാണ്. ഒന്ന് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡും മറ്റൊന്ന് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡും. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്. കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരേജിൻ്റെ മുകളിൽ ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസാണ് കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് സാധാരണ ഒരു സർക്കുലർ ബേസിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ സർക്കുലർ ബേസിൽ നമുക്ക് ഗ്രാജുവേറ്റഡ് ഡിഗ്രീസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കോമ്പൗണ്ട് റെസ്റ്റ് നമുക്ക് ഏത് ഡിഗ്രിയിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. 360 ഡിഗ്രി വേണമെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഏത് ഡിഗ്രി വേണമെങ്കിലും അതിനെ തിരിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഒരു കോണിക്കൽ സർഫസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ടാപ്പർ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു കോണിക്കൽ സർഫസിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
എങ്കിലേ നമുക്ക് ആ ആംഗിളിൽ ഈ കോമ്പൗണ്ട് റെസ്റ്റിനെ തിരിച്ചു വെക്കാൻ സാധിക്കുള്ളൂ. ദെൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ കോമ്പൗണ്ട് റെസ്റ്റിനെ തിരിച്ചു വെച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിളിലായിരിക്കും കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് പീസിൽ നമുക്ക് ആ ചെരിഞ്ഞ സർഫസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അതിന് ടാപ്പർ ആംഗിൾ കണ്ടുപിടിക്കണം. ടാപ്പർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഡി ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എൽ. അതിൽ ഫൈ എന്ന് പറയുന്നത് ഈ കോണിക്കൽ സർഫസിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ പകുതിയാണ്, ഹാഫ് ഓഫ് ദി ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, അതാണ് ഫൈ എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഈ ടാപ്പർ സെക്ഷൻ്റെ ലാർജർ ഡയമീറ്റർ. ഡി എന്ന് പറയുന്നത് ടാപ്പർ സെക്ഷൻ്റെ സ്മോളർ ഡയമീറ്റർ. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് ടോട്ടൽ ടാപ്പർ ലെങ്ത് എന്ന് പറയുന്നതാണ് 2L. അപ്പോൾ ഈ 3 വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടാപ്പർ ആംഗിൾ കിട്ടും. ടാപ്പർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും ഡിഗ്രി കോമ്പൗണ്ട് റെസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ ടാപ്പറിൽ നമുക്ക് അതിനെ ടേൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഒരു ടാപ്പർ ടേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അതിൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 2 സെൻറ്റേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് വർക്ക് പീസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് റെസ്റ്റ് നമുക്ക് വേണ്ട ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ദെൻ അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് ലെയ്ത്ത് ആക്സസുമായിട്ടൊരു പെർട്ടിക്കുലർ ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. ഈ ആംഗിളാണ് ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ദെൻ കോമ്പൗണ്ട് റെസ്റ്റിൽ ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടാപ്പർ നമുക്ക് ആ വർക്ക് പീസിൽ ടേൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ലെങ്ത് വരെ നമുക്ക് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ദെൻ അടുത്തത് നോക്കാം, ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡിൽ നമ്മൾ ടൈൽ സ്റ്റോക്ക് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് 2 സെൻറ്റേഴ്സിൽ ഒരു സെൻറ്ററാണ് ടൈൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ വർക്ക് പീസിൻ്റെ ഒരു എൻഡിനെ, അതായത് ടൈൽ സ്റ്റോക്കിൽ കണക്ട് ചെയ്യുന്ന ഒരു എൻഡിനെ സെറ്റ് ഓവർ ചെയ്ത് വെക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ടൈൽ സ്റ്റോക്കിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെക്കും. ആ ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് സെറ്റ് ഓവർ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ സെറ്റ് ഓവർ ലെങ്ത് ആണ്. സെറ്റ് ഓവർ ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ എൽ ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്മോൾ എൽ. അപ്പോൾ ഇതിൽ ഡി എന്ന് പറയുന്നത് ടാപ്പർ സെക്ഷൻ്റെ ലാർജർ ഡയമീറ്റർ, അതുപോലെ തന്നെ സ്മോൾ ഡി എന്ന് പറയുന്നത് ടാപ്പർ സെക്ഷൻ്റെ സ്മോളർ ഡയമീറ്റർ, സ്മോൾ എൽ എന്ന് പറയുന്നത് ടാപ്പർ ലെങ്ത്, എത്രയാണോ ടാപ്പറിൻ്റെ ലെങ്ത് അതാണ് സ്മോൾ എൽ. ദെൻ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് പീസിൻ്റെ ലെങ്ത്തിനെയാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും. ഇതിനെയാണ് സെറ്റ് ഓവർ അല്ലെങ്കിൽ സെറ്റ് ഓവർ ലെങ്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഫിഗർ കാണിക്കാം. ഇതിലെ എസ് എന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ കണ്ട റൈറ്റ് സൈഡിൽ എസ് എന്ന് മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ലെയ്ത്തിൻ്റെ ആക്സിസിൽ നിന്നും ടൈൽ സ്റ്റോക്കിനെ റൈറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ്, നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. ഓക്കെ, എസ് ഡിസ്റ്റൻസിൽ സെൻറ്ററിലേക്ക് മൂവ് ചെയ്ത് വെക്കണം, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വെക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വർക്ക് പീസ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ടേൺ ചെയ്ത് നിൽക്കും. ഓക്കെ, ഈ ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടാപ്പർ ടേൺ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നത് ലെയ്ത്തിൻ്റെ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും. പക്ഷേ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഒരു പെർട്ടിക്കുലർ ടാപ്പർ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ വാല്യൂസും എന്താണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് സെറ്റ് ഓവർ ലെങ്ത് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ടാപ്പർ സെക്ഷൻ്റെ ലാർജ് ഡയമീറ്റർ. സ്മോൾ ഡി എന്ന് പറയുന്നത്
ടാപ്പർ സെക്ഷൻ്റെ സ്മോളർ ഡയമീറ്റർ. എൽ എന്ന് പറയുന്നത് ടാപ്പർ ലെങ്ത്തും ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് വർക്ക് പീസിൻ്റെ ടോട്ടൽ ലെങ്ത്തുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എസ് കിട്ടും. എസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ ചെയ്ത് വെക്കുക, ദെൻ ടാപ്പർ ടേണിങ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ദെൻ അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് മെയിനായിട്ട് ടാപ്പർ ടേണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് നമുക്ക് ലോങ് ടാപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിന് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത കാര്യം പറയാനുള്ളത്, ഒരു ലെയ്ത്തിൽ എന്താണ് കട്ടിംഗ് സ്പീഡ്, അല്ലെങ്കിൽ എന്താണ് ഫീഡ്, ദെൻ എന്താണ് ഡെപ്ത് ഓഫ് കട്ട് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ കട്ടിംഗ് സ്പീഡിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കട്ടിംഗ് സ്പീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പോയിന്റ് ഓൺ ദി ഔട്ടർ സർഫസ് ഓഫ് ദി വർക്ക് ഇൻ 1 minute. അതായത് ഒരു കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒരു മിനിറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂളിൻ്റെ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? It is the distance travelled by a point on the outer surface of the work in 1 minute. It is expressed in meters per minute. ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര മീറ്റർ ആണ് കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ ഫീഡ് റേറ്റ് എന്ന് പറയുന്നത്, ദ ഫീഡ് ഓഫ് എ കട്ടിംഗ് ടൂൾ ഈസ് ഇൻ എ ലേത്ത് വർക്ക് ഈസ് ദി ഡിസ്റ്റൻസ് ദി ടൂൾ അഡ്വാൻസസ് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദി വർക്ക്. നമുക്കറിയാം ലെയ്ത്തിൽ വർക്ക് പീസ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഓരോ റെവല്യൂഷനിലും കട്ടിംഗ് ടൂൾ എത്രത്തോളം ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് അഡ്വാൻസ് ചെയ്ത് നീങ്ങുന്നുണ്ട്, ആ ഡിസ്റ്റൻസിനെയാണ് ഫീഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മില്ലിമീറ്റർ പെർ റെവല്യൂഷനിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഒരു റെവല്യൂഷനിൽ എത്ര മില്ലിമീറ്റർ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് അത് അഡ്വാൻസ് ചെയ്തു, അതാണ് ഫീഡ് റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ ഡെപ്ത് ഓഫ് കട്ട്? ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദി മെഷീൻഡ് സർഫസ് ടു ദി അൺകട്ട് സർഫസ് ഓഫ് ദി വർക്ക് പീസ്. നമുക്കറിയാം ഒരു ലെയ്ത്തിൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് നമ്മൾ ടേൺ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ടേൺ ചെയ്തെടുക്കുമ്പോൾ അതിലൊരു ടേൺഡ് സർഫസ് ഉണ്ടായിരിക്കും, അൺടേൺഡ് സർഫസും ഉണ്ടായിരിക്കും. മെഷീൻ ചെയ്തൊരു സർഫസും മെഷീൻ ചെയ്യാത്തൊരു സർഫസും. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഇത് പറയുന്നത് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിമീറ്റേഴ്സിലാണ്. അതിനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെപ്ത് ഓഫ് കട്ട് ഈക്വൽ ടു d1 മൈനസ് d2 ഡിവൈഡഡ് ബൈ 2. അതിൽ d1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി unmachined surface minus diameter of the machined surface. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ദെൻ ഇതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ലെയ്ത്ത്, അതിൻ്റെ ഫിഗർ, ദെൻ അതിൻ്റെ പാർട്സ്, മെയിൻ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ലെയ്ത്തിൽ വരുന്ന ഓപ്പറേഷൻസ്, അതിൻ്റെ ഫിഗേഴ്സ്, ദെൻ ഡിഫറെൻ്റ് ടാപ്പർ ടേണിങ് മെത്തേഡ്സ്, അതിൻ്റെ ഫിഗറും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.